ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ, നിന്റെ ഭാര്യയാണോടാ അവളുടെ കല്യാണ ബ്രോക്കർ? ആര് ബ്രോക്കർ ആയാലും കല്യാണം നടന്നാ പോരെ? എന്നാ അവളോട് പറഞ്ഞേക്ക് ഈ കല്യാണം നടക്കാൻ പോകുന്നില്ലാന്ന്. സ്വന്തം അനിയത്തിക്ക് ഒരു നല്ല ജീവിതം ഉണ്ടാവുമ്പോ സന്തോഷിക്കല്ലേ വേണ്ടത്? ആരുടെ അനിയത്തി? അവളെ ഇപ്പൊ എന്റെ ശത്രുവാ. അങ്ങനെ പറഞ്ഞ തീരുന്നല്ലോ രക്തബന്ധം. രക്തബന്ധം തെരുവിലെ കൊടിച്ചുപട്ടികള് ഇതിനേക്കാ കൂടുതൽ നന്ദി കാണിക്കും. നന്ദേട്ടനും ഇവിടെയുള്ളവരെല്ലാം പറയുന്നത് ഇത് തന്നെയാ നിന്റെ കാര്യത്തില്. അയാളുടെ കണക്കും തീർക്കാൻ ഞാൻ കരുതി വെച്ചിട്ടുണ്ട്. അവന്തികെ, ഞാനൊരു കാര്യം പറയാം. കല്യാണം നടക്കാൻ പോകുന്നത് നിന്റെ അനിയത്തിയുടെയാ. ദൂരെ മാറിയെന്ന് അവളെ ശപിക്കാതെ കൂടെ നിന്ന് അനുഗ്രഹിക്കാൻ നോക്ക്. അവളിപ്പൊ എന്റെ ശത്രുവാ. അവളുടെ നാശമാ ഞാൻ ആഗ്രഹിക്കുന്നത്. മറ്റുള്ളവരുടെ നാശത്തിന് വേണ്ടി മാത്രം ആഗ്രഹിച്ചുകൊണ്ടിരുന്ന നശിക്കുന്നത് നിന്റെ ജീവിതമായിരിക്കും. ഇപ്പൊ പെണ്ണുകാണൽ മാത്രമേ നടന്നിട്ടുള്ളൂ. ബാക്കിയുള്ള ചടങ്ങുകൾ വരാൻ പോകുന്നേ ഉള്ളൂ. അച്ഛന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് അവളെ അനുഗ്രഹിക്കേണ്ടവളാ നീ. അതിനെ അവന്തിക വേറെ ജനിക്കണം. എന്റെ ശാപത്തിൽ അവള് നശിച്ചില്ലാതാവും. നിങ്ങൾ ആരാ പെണ്ണുമ്പിള്ളേ? നിങ്ങൾ ശപിച്ച ആർക്കാ കേൾക്കുന്നേ? ഓ ഓ ബ്രോക്കർ അവിടെ ഉണ്ടായിരുന്നോ? അതെ, ഞാൻ തന്നെയാ അവളുടെ കല്യാണത്തിന്റെ ബ്രോക്കർ. നിങ്ങൾക്ക് എന്ത് വേണം? അല്ല, നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും? എന്നെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റുന്ന ഞാൻ കാണിച്ചുതരാം. അവളുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ മുറിച്ചെന്ന് നീ അവളോടൊന്ന് പറഞ്ഞേക്ക്. നിങ്ങൾ മുറിക്കുന്നതിന് എത്രയോ മുമ്പ് അവളത് മുറിച്ചു കളഞ്ഞിട്ടുണ്ട്. നിങ്ങളെ കല്യാണത്തിന് പോലും വിളിക്കണ്ടെന്നാ അനഘ പറഞ്ഞിരിക്കുന്നേ. നിങ്ങളുമായി അവൾക്കോ ഈ നെല്ലിശ്ശേരി വീടിനോ ഇനി ഒരു ബന്ധവുമില്ല. ഞാൻ അവളെ വെറുതെ വിടാൻ പോകുന്നില്ലെന്ന് നീ അവളോട് പോയി പറഞ്ഞേക്ക്. എന്റെ ഉള്ളിൽ ഒരു അല്പശ്വാസമെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ നെല്ലിശ്ശേരിക്കൊപ്പം അവളുടെ സന്തോഷങ്ങളും കൂടി തല്ലിക്കെടുത്ത് ഞാൻ. കിടന്ന് അലറി വിളിക്കണ്ട. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, അവളിപ്പോ നെല്ലിശ്ശേരിയിലെ കുട്ടിയാ, നിങ്ങളുടെ ആരുമല്ല. അതുകൊണ്ട് കൂടുതൽ വിളിയോ അന്വേഷണമൊന്നും വേണ്ട. അവളുടെ കല്യാണം ദൂരെ നിന്ന് കാണാൻ മാത്രമേ നിങ്ങൾക്ക് സാധിക്കൂ. വച്ചിട്ട് പോകുന്നുണ്ടോ രാക്ഷസി? പൊളിച്ചു. നിനക്ക് ഇത്രയും പവർ ഉണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. എന്റെ പവർ എന്താണെന്നേ ഒരു കാണാൻ പോകുന്നേ ഉള്ളൂ.